ഇമാമിൻ്റെ നിബന്ധനകളെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അഞ്ച് കാര്യങ്ങൾ നാം ഇമാമത്ത് നിർത്തുന്ന ആളിൽ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് അൻ തകൂന സ്വലാത്തുഹു സഹീഹതൻ ഫി ഇഅ്തിഖാദിൽ മൗമൂമി. മൗമൂമിൻ്റെ വിശ്വാസപ്രകാരം ഇമാമിൻ്റെ നിസ്കാരം സ്വഹീഹായിരിക്കണം എന്ന ഒരു നിബന്ധനയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇമാമ് ഫാത്തിഹ ഓതുന്ന സമയത്ത് ബിസ്മി ചൊല്ലുന്നില്ല എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. ഹനഫി മദ്ഹബുകാർക്ക് ബിസ്മി ഓതൽ നിർബന്ധമില്ലല്ലോ. എങ്കിലും അവർക്ക് ഓതൽ സുന്നത്തുണ്ട്. പക്ഷെ അത് സുന്നത്തുള്ളൂ എന്ന് കരുതി ആ ഇമാമ് ബിസ്മി ഓതുന്നില്ല എന്ന കാര്യം നമുക്കറിയാം, ബോധ്യപ്പെട്ടു. ബോധ്യപ്പെടുക എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ ഇപ്പോൾ തക്ബീർ കെട്ടിയതിന് ശേഷം പ്രാരംഭ പ്രാർത്ഥന ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഓതിയിട്ടുണ്ടാവും എന്ന് അനുമാനിക്കാം. പക്ഷെ രണ്ടാമത്തെ റക്അത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ കെട്ടിയ ഉടനെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു ഓതിയാൽ പിന്നെ ബിസ്മി ഓതാൻ അവിടെ സമയം കിട്ടിയില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അപ്പൊ നമ്മളെ വിശ്വാസപ്രകാരം അദ്ദേഹത്തിന്റെ നിസ്കാരം ശരിയല്ല. അങ്ങനെയുള്ള ഘട്ടത്തിൽ ആ ഇമാമിനോട് തുടരാൻ പാടില്ല. അപ്പൊ നമ്മുടെ മുൻകൈയിൻ്റെ പള്ള കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഉളു ബാത്തിലാകും. പക്ഷെ ഹനഫി മദ്ഹബിൽ അങ്ങനെ നിയമമില്ല. അതുപോലെ അന്യ സ്ത്രീകളെ തൊട്ടാൽ ഉളു ബാത്തിലാകും ശാഫിഈ മദ്ഹബിൽ. ഹനഫി മദ്ഹബിൽ അങ്ങനെ ബാത്തിലാവുകയില്ല. അപ്പൊ അങ്ങനെ ഉളു മുറിഞ്ഞ, നമ്മുടെ ദൃഷ്ടിയിൽ ഉളു മുറിഞ്ഞ ഒരാളാണ് അയാൾ പെണ്ണുങ്ങളെയൊക്കെ തൊട്ടാ വരുന്നത്. പെണ്ണുങ്ങൾക്കൊക്കെ ഷെയ്ക്കാൻ്റെ കൊടുത്തുകൊണ്ടാണ് നിസ്കരിക്കാൻ വരുന്നത് വിചാരിച്ചോളി. ആ ഇമാമിനോട് നമുക്ക് തുടരാൻ ഒരിക്കലും പറ്റുകയില്ല. കാരണം നമ്മുടെ വിശ്വാസപ്രകാരം അദ്ദേഹത്തിന്റെ നിസ്കാരം ശരിയല്ല. അപ്പൊ ഇമാമിനോട് തുടരുന്ന സമയത്ത് ചില ഇമാമിങ്ങളോട് തുടരൽ തീരെ പറ്റില്ല, നിസ്കാരം തന്നെ സഹീഹാവുകയില്ല. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ബിസ്മി ഓതാത്ത, പർപ്പസായി ബിസ്മി ഓതുന്നില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു ഇമാമിനോട് നമുക്ക് തുടരാൻ ഒരു നിർവാഹവും ഇല്ല. കാരണം ബിസ്മി നമ്മുടെ മദ്ഹബ് അനുസരിച്ച് ഫാത്തിഹയുടെ ഒരു ഭാഗമാണ്, ഓതൽ നിർബന്ധമാണ്. ഹനഫിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഓതൽ സുന്നത്താണ്. പക്ഷെ അത് ഉറക്ക ഓതണമെന്നില്ല, ഓത്ത് കേട്ടോളണമെന്നില്ല, ഓതുന്നുണ്ടാകും എന്ന ധാരണ ഉണ്ടായാലും മതി. ദുന്നൂബിൽ മുഅ്മിനീന ഖൈറാന, മുഅ്മിനീങ്ങളെ കൊണ്ടൊക്കെ നിങ്ങൾ നല്ലത് മാത്രമേ വിചാരിക്കാവൂ. അപ്പോൾ ഇമാമ നിൽക്കുന്ന ഒരാൾ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകും. നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും ഇമാമത്ത് നിൽക്കാറുണ്ട്. അപ്പോൾ ഇമാമത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികളെയൊക്കെ ഉസ്താദ് വിളിക്കും. എന്നിട്ട് പറയും, നമ്മുടെ പള്ളിയിൽ പല മദ്ഹബുകാരും നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒളുണ്ടാക്കുന്ന സമയത്ത് ഇന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയും. കാരണം വേറെയുള്ള മദ്ഹബുകൾ ആളുകൾക്ക് കൂടി നിസ്കരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇമാമത്ത് നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ വേറെ ഇമാമിങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാകും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മൾ ഓതുന്നത് കേൾക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അവരോട് തുടരാതിരിക്കേണ്ട ആവശ്യമില്ല. ഓതുന്നുണ്ടാകും, പക്ഷെ നമുക്ക് കൃത്യമായി ബോധ്യമുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ റക്അത്തിൽ ഇങ്ങനെ ഉയർന്നിങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഒരു ബിസ്മി ഓതാനുള്ള ഒരു സമയം കൊടുക്കാതെ അൽഹംദു അങ്ങ് ഓതുമ്പോൾ നമുക്ക് ഉറപ്പാണ് അവിടെ ആൾ ബിസ്മി ഓതുന്നില്ല. അങ്ങനത്തെ ഇമാമിനോട് നമുക്ക് തുടരാൻ നിർവാഹമില്ല. പിന്നെ നമ്മൾ ആ മദ്ഹബുകാരനായി തുടരേണ്ടി വരും.
എങ്കിലും അവിടെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴൊക്കെ ബിസ്മി ഓതാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ഇല്ലാന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ തുടരണ്ട, നമുക്കിപ്പോൾ അത്രയും മസല പറയാനുള്ളൂ. ഇന്ന സ്ഥലം നമുക്ക് പറയാനില്ല. ചില രാജ്യങ്ങളിലൊക്കെ നമുക്ക് പോയാൽ ഹനഫിക്കാരെ ജുമുഅയായിരിക്കും. ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, മറ്റുള്ള നിസ്കാരങ്ങൾ ഹനഫിക്കാരോട് നമുക്ക് തുടരാനുള്ള എക്സ്ക്യൂസ് ഉണ്ടെങ്കിലും ജുമുഅയുടെ വിഷയത്തിൽ ഹനഫിക്കാരോട് തുടരാൻ ഒരു നിർവാഹവും ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഹനഫിക്കാരെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ ഓതാതിരിക്കലാണ് നല്ലത്. അതങ്ങനെ പറ്റും. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, 40 ആൾ ജുമാക്ക് വേണം, അപ്പോഴേ നിസ്കാരം ശരിയാവുള്ളൂ. ജുമാ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ജമാഅത്ത് നിബന്ധനയുള്ള 40 ആളുകൾ ഉണ്ടാകേണ്ട നിസ്കാരമാണ് ജുമാ. 40 ആളിൽ നിന്ന് ഒരാളുടെ നിസ്കാരം ശരിയല്ലെങ്കിൽ ആ നാട്ടിലെ ഒരാൾക്ക് ജുമാ ഇല്ല. ഇതാണ് സത്യം. മനസ്സിലാവുണ്ടോ പറയണത്? ഈ 40 ആളിൽ നിന്ന് ഒരാളുടെ ഫാത്തിഹ ശരിയല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊന്നും ജുമായില്ല. അപ്പൊ ഫാത്തിഹ തന്നെ ഓതണ്ടാന്ന് നിയമമുള്ള അവരോട് പിന്നെ എങ്ങനെ നമുക്ക് തുടരാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ബാക്കിയുള്ള നിസ്കാരത്തിലോ ഫാത്തിഹ ഓതണം നിർബന്ധം എല്ലാവർക്കും. അവിടെ ബാക്കിയുള്ള നിസ്കാരത്തിൽ ജമാഅത്ത് തന്നെ നിർബന്ധമില്ല. ഇവിടെ ജമാഅത്ത് നിർബന്ധമായത് കൊണ്ടാണ് ജുമാന്റെ കാര്യത്തിൽ ആ പ്രശ്നം വന്നത്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല, നമ്മൾ മസല മനസ്സിലാക്കി വെക്കണമല്ലോ. അതുപോലെ ഫാസിഖായ ആളോട് തുടരൽ കറാഹത്താകും, മുബത്തദിയായ ആളോട് തുടരൽ കറാഹത്താകും. ഇതൊക്കെ കറാഹത്തായതാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് തുടരാൻ തന്നെ പാടില്ല, നിസ്കാരം സഹിയാവുകയില്ല. ഇനി തുടരൽ കറാഹത്താകുന്ന ആളുകളുണ്ട്. ഫാസിഖായ ആളാണ്, എല്ലാ ദിവസവും താടി വടിക്കുന്ന ആളാണ്. അങ്ങനത്തെ ഇമാമിനോട് തുടരാൻ പാടില്ല എന്ന്. അത് കറാഹത്താണ്. താടി വടിക്കൽ കറാഹത്താണ്. നിരന്തരമായി അങ്ങനെ ചെയ്യുന്ന ഒരു ഇമാമാണ് എങ്കിൽ അദ്ദേഹത്തോട് തുടരൽ കറാഹത്താണ്. അതുപോലെ പുത്തൻ പ്രസ്ഥാനക്കാരനാണ്, അദ്ദേഹത്തോട് തുടരൽ കറാഹത്താണ്. ഒസ്വാസുള്ള ആളാണ്, അയാൾ എത്ര ആക്കിയാലും അങ്ങോട്ട് ആകൂല. ഇയ്യാക്ക 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 എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. അങ്ങനത്തെ ആളോട് തുടരൽ കറാഹത്താണ്. അതുപോലെ അക്കലഫ് എന്ന് പറഞ്ഞാൽ ഖിത്താൻ ചെയ്യാത്ത ആള്, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത ആള്. കാരണം അവന്റെ ആ മാംസത്തിന്റെ ചുളിവുകളിൽ നരസുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനോട് തുടരൽ കറാഹത്താണ്. ബാത്തിലാക്കാത്തതാണെങ്കിലും പിഴവ് സംഭവിക്കുന്ന ആളാണ്, അവനോട് തുടരൽ കറാഹത്താണ്. പിഴവൊന്നും വരാത്ത വിധത്തിലുള്ള പാരായണമാണ് എങ്കിലും പിഴക്കുന്നുണ്ട്, അല്ല ബാത്തിലാക്കുന്ന വിധത്തിലുള്ള പാരായണമാണ്. ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നിടത്ത് ഇയ്യാക്കി എന്നാണ് പറയുന്നതെങ്കിൽ, ഇയ്യാക്ക എന്ന് പറഞ്ഞാൽ ആണിനോടുള്ള ഖിതാബ, സംബോധന, നീയുന്ന. അതേസമയം പെണ്ണാകുമ്പോഴാണ് ഇയ്യാക്കി എന്ന് പറയുക. അപ്പൊ പടച്ചവനെ കൊണ്ടുപോയി പെണ്ണാക്കി, അത് തെറ്റാണ്. ഇയാക്ക് എന്ന് പറയും, ഇയാക്ക് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിനാണ് ഇയാക്ക് എന്ന് പറയുക. അപ്പൊ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യപ്രകാശത്തെ ഞാൻ ആരാധിക്കുന്നു, അപ്പൊ സൂര്യനെ ആരാധിക്കലായി. അത് അർത്ഥത്തിൽ തന്നെ വലിയ മാറ്റമുണ്ട്. സംഗതി ഒരു ആയിന്റെ ചെറിയൊരു ശ്രദ്ധയെ പോയിട്ടുള്ളൂ. അറബി ഭാഷയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ചെറിയ മാറ്റത്തിന് ഭയങ്കര വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പണ്ട് വസ്സാൻ പറഞ്ഞത്, ഞാനും പടച്ചവനും തമ്മിൽ ഒരു പുള്ളിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഞാനും പടച്ചവനും തമ്മിൽ ഒരു വസ്സാൻ പറയണത്, ഞാനും പടച്ചവനും തമ്മിൽ ഒരു പുള്ളിന്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്, ഹാലിഖ് എന്ന് പറഞ്ഞാൽ ബാർബർ. അപ്പൊ ഹായിന്റെ മേലെ പുള്ളി ഇട്ട ഖാലിഖായി, അപ്പൊ പടച്ചവനായി. പുള്ളി ഒഴിവാക്കിയ ബാർബറായി. ഭയങ്കര വ്യത്യാസമാണ്. ബർറ്, ബിറ്, ബുറ്. ബർറ് കര,
ബിറ് ഗുണം, ബുറ് ഗോതമ്പ്. ഒരു ഫത്തവും കസറും ലൊമ്മും മാറിയപ്പോൾ ഭയങ്കര വ്യത്യാസം. അറബിയിൽ അങ്ങനെ ഉണ്ട്. അപ്പോ ചിലപ്പോൾ ഒരു പക്ഷേ നിസ്കാരം തന്നെ ബാത്തിലാകുന്ന തെറ്റായിരിക്കും. ആ ഇമാമിനോട് ഒരിക്കലും തുടരാൻ പാടില്ല. അർത്ഥത്തിൽ വലിയ വ്യത്യാസമുള്ളത്, പക്ഷെ അർത്ഥത്തിന് വലിയ വ്യത്യാസമൊന്നും വരൂല. അങ്ങനെയുള്ള തെറ്റാണെങ്കിൽ തുടരൽ കറാഹത്താണ്. അതുപോലെ താവ് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് വരും, എന്ന് പറഞ്ഞ്. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണ്. അല്ലെങ്കിൽ ഫാവ് വരുമ്പോൾ ഒന്നിലധികം ഫാവ് ആവർത്തിച്ച് വരും. വാവ് വരുമ്പോൾ പറയുമ്പോൾ വാവ് ആവർത്തിച്ച് പറയുന്ന ആളാണ്. എങ്കിൽ അങ്ങനത്തെ ഇമാമിനോട് തുടരൽ കറാഹത്താണ്. അദ്ദേഹത്തിന്റെ നിസ്കാരം എൻ്റെ ദൃഷ്ടിയിൽ ബാത്തിലാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കടന്നു വരിക. അപ്പൊ ഒരു പട്ടി വെള്ളം കുടിച്ചങ്ങ് പോകുന്നുണ്ട്. 2 പാത്രമുണ്ട്. എൻ്റെ ദൃഷ്ടിയിൽ, എൻ്റെ ഗവേഷണത്തിൽ ഇതിൽ നിന്നാണ് വെള്ളം കുടിച്ചത്. അപ്പം ഞാൻ ഇതുകൊണ്ട് ഒന്നുണ്ടാക്കി. അയാൾ പറഞ്ഞു, അല്ല, അതിൽ നിന്നാണ് വെള്ളം കുടിച്ചത്, എനിക്കിത് മതി എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ദൃഷ്ടിയിൽ അദ്ദേഹത്തോട് എനിക്ക് തുടരാൻ നിർവാഹമില്ല. കാരണം എൻ്റെ ഗവേഷണം അനുസരിച്ച് അതിൽ നിന്നാണ് പട്ടി വെള്ളം കുടിച്ചത്, അതുകൊണ്ടാണ് അയാൾ ഒന്നുണ്ടാക്കിയത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ഇമാമിനോട് നമ്മൾ തുടരാതിരിക്കുന്നതാണ് നല്ലത്. തുടരൽ കറാഹത്താണ്. ഫിഖ്ഹാണല്ലോ, അപ്പം എല്ലാ കാര്യങ്ങളും പറയണം. അപ്പൊ ഇതാണ് ഇമാമിനോട്, ചില ഇമാമിങ്ങളോട് തുടരുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ ദൃഷ്ടിയിൽ ആ ഇമാമിന്റെ നിസ്കാരം പൂർണ്ണമായിരിക്കണം, സഹീഹായിരിക്കണം. നമുക്ക് തോന്നുകയാണ് അദ്ദേഹത്തിന്റെ ഐന് ശരിയല്ല, അദ്ദേഹത്തിന്റെ വാദ് ശരിയല്ല, അദ്ദേഹത്തിന്റെ വൈന് ശരിയല്ല, ഇത് നമുക്ക് തുടരാൻ പാടില്ല. നമുക്ക് വൈന് പറയാൻ കിട്ടും. എനിക്കും വൈന് കിട്ടൂല, അയാൾക്കും വൈന് കിട്ടൂല, എന്നാ ഓക്കെ. എനിക്ക് വൈന് കിട്ടും, അയാൾക്ക് വൈന് കിട്ടൂല. എനിക്ക് ലോത് കിട്ടൂല, അയാൾക്ക് ലോത് കിട്ടും, എന്നാല് പറ്റൂല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, യകൂന ഗൈറ മഅ്മൂമിൻ, നമ്മൾ ഇമാമാക്കുന്ന ആള് വേറെ ഒരാളുടെ മഅ്മൂമാകാൻ പാടില്ല. നമ്മൾ ഇമാമ നിൽക്കുന്ന ആള്, നമ്മുടെ ഇമാമ് വേറൊരാളെ മഅ്മൂമല്ല. അതൊക്കെ 2 റോൾ ഉണ്ടാവൂലേ? അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് ആകരുതെന്ന് പറയാണ്. ചില സമ്മേളനങ്ങളിലൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ വരുവേ. ആളുകൾ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞൊക്കെ നിസ്കരിക്കുകയാണ്. നമ്മളൊരാളോട് തുടർന്ന് നോക്കുമ്പോൾ അയാൾ വേറൊരാളെ മഅ്മൂമാണ്. അങ്ങനെ ഉണ്ടാകരുത്. അത് ശ്രദ്ധിക്കണം. മൂന്നാമത്തേത്, അല്ലാ യകൂന സ്വലാത്തുഹു ലാസിമത്തുൽ ഇആദതി, ഇമാമിന്റെ നിസ്കാരം മടക്കൽ നിർബന്ധമായ നിസ്കാരക്കാരനാകാൻ പാടില്ല. മടക്കൽ നിർബന്ധമായ നിസ്കാരക്കാരനായാൾ, ഉദാഹരണത്തിന് ഇപ്പോ തണുപ്പിന്റെ പേരിൽ തയമ്മം ചെയ്തു വരുന്ന ഇമാമ, തണുപ്പിന്റെ പേരിൽ തയമ്മം ചെയ്തു വരുന്ന ഒരു ഇമാമാണ്. അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ മുറിവുണ്ട്, അപ്പോൾ അദ്ദേഹത്തിന്റെ തയമ്മവും ശരിയാവുന്നില്ല, അദ്ദേഹത്തിന്റെ ഉളുവും ശരിയാവുന്നില്ല. കാരണം ഉളുവിന്റെ അവയവമാണ് കൈ, അത് തന്നെ തയമ്മവിന്റെ അവയവം. അവിടെ തന്നെ വെച്ചേട്ടലുണ്ടായാൽ പിന്നെ രണ്ടും പൂർണ്ണമാകുന്നില്ല. ആ ഇമാമിനോട് നമുക്ക് തുടരാൻ പറ്റില്ല. മടക്കൽ നിർബന്ധമായ ഇമാമിനോട് തുടരാൻ പാടില്ല. അയാൾ മടക്കണം, അയാൾ മടക്കേണ്ട ആളല്ലേ. അതിപ്പോ അങ്ങനെ തന്നെയല്ലേ. നമ്മളൊരു ബസ്സിൽ പോവാണ്, ഒരു ബസ്സിൽ നമ്മൾ യാത്ര പോവാ, നമുക്ക് ഇറങ്ങാനൊന്നും പറ്റൂല. നമ്മളെവിടെയോ ഉള്ളത്, നമ്മൾ അസർ നിസ്കരിച്ചിട്ടില്ല, ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളെ നിസ്കാരം ബാത്തിലാവും, സമയം പോവും. നിസ്കാരം ബാത്തിലാവുന്നല്ല, നിസ്കാരം ഖളാവും. നമ്മളെന്താ വേണ്ടത്? നമുക്ക് എവിടെ ഇറങ്ങാൻ പറ്റുമോ? പറ്റൂല. ഇറങ്ങിയിട്ട് എവിടെ പള്ളി ഉണ്ട് എന്നറിയോ? ഒരു പരിചയമില്ലാത്തൊരു നാടാണ്. നമ്മൾ ബസ് നിസ്കരിക്കും, നമുക്ക് ഒന്നുമില്ല, കിബിലല്ല, നമ്മൾ നിർത്തല്ല. പക്ഷെ നമ്മളെന്ത് ചെയ്യും? ഒന്ന് നിസ്കരിക്കും, ആ വണ്ടിയിൽ നിസ്കരിക്കണം, അതാണ് നിയമം. നമ്മൾ ബന്ധിച്ച് ജമ്മാക്കി, ദുഹറിനെ അസറിനെയും കൂടി ബന്ധിച്ച് ജമ്മാക്കി ജിദ്ദയിൽ വന്ന് ഇറങ്ങുമ്പോൾ അവിടെ നിസ്കരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പ്ലേറ്റ് സിഗ്നൽ കിട്ടാത്തതുകൊണ്ട് മൂപ്പർ ഇങ്ങനെ ഇറങ്ങി.
അവിടെ നിന്ന് നമുക്ക് കുളിച്ചാൻ പറ്റുമോ, അതുണ്ടാക്കാൻ പറ്റുമോ, തയമം ചെയ്യാൻ പറ്റുമോ, ഫ്ലൈറ്റ് ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ നിസ്കരിക്കണം. ആ സമയത്തിൻ്റെ ഹുർമത്തിന് വേണ്ടി നമ്മൾ നിസ്കരിക്കണം. ദൂറിനെ കസറാക്കി നിസ്കരിക്കുന്നു, അസറിനെ കസറാക്കി നിസ്കരിക്കുന്നു. ആ നിസ്കാരം പിന്നീട് ഖളാ കിട്ടും വേണം. അത് മടക്കി നിസ്കരിക്കുക നിർബന്ധമായ നിസ്കാരമാണ്. എന്നാൽ സമയത്തിൻ്റെ ഹുർമത്ത്, ആ പവിത്രത മാനിച്ചുകൊണ്ട് ഒരു നിസ്കാരം അയാൾ നിർവഹിച്ചു. അതുകൊണ്ട് നിസ്കാരം ഖളാക്കിയതിൻ്റെ കുറ്റയാക്കില്ല. അതാണ് എൻ്റെ ഗുണം. അപ്പൊ മടക്കി നിസ്കരിക്കുന്ന ആള് അയാൾക്ക് ചിലപ്പോൾ ചില എക്സ്ക്യൂസുകളൊക്കെ ഉണ്ടാകാം. മുസ്ലിം ഇമാമിനെ പോലെയുള്ള ചില ഇമാമിങ്ങൾ ഒരു സമയത്ത് പാലിക്കേണ്ട പരമാവധി കാര്യങ്ങൾ ഒരാൾ പാലിച്ച് നിസ്കരിച്ചാൽ പിന്നീട് ആ നിസ്കാരം മടക്കണ്ട എന്ന അഭിപ്രായം പറഞ്ഞ ഇമാമിങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തെയൊക്കെ ചിലപ്പോൾ തക്കലീത് ചെയ്തുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ മടക്കിയില്ലെന്ന് വരാം. പക്ഷെ മൗമൂമിനെ സംബന്ധിച്ചിടത്തോളം മടക്കൽ നിർബന്ധമായ ഒരാളോട് തുടരാൻ നിർവാഹമില്ല. അതുപോലെ റാബിഉ നാലാമത്തേത് അല്ലാ യകൂന ഉമ്മിയൻ, ഇമാമ് നിൽക്കുന്ന ആള് ഓത്ത് അറിയാത്ത ആളാകാൻ പാടില്ല. അൽ ഖാമിസു അഞ്ചാമത്തേത് അല്ലാ യകൂന അൻഖസ മിനൽ മൗമൂമി, മൗമൂമിനേക്കാൾ ഗ്രേഡ് കുറഞ്ഞ ആള് ഇമാമാകാൻ പാടില്ല. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, പെണ്ണ് ഇമാമായി നിന്നിട്ട് ആണുങ്ങൾ തുടരുക, അത് പാടില്ല. ഭാര്യ ആയാലും പറ്റൂല, മോളായാലും പറ്റൂല. കാരണം പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ഗ്രേഡ് കുറഞ്ഞ ആളുകളാണ്. അപ്പൊ അവരോട് തുടരാൻ പാടില്ല. അവർക്ക് ഇങ്ങോട്ട് തുടരാം. അങ്ങനെയാണ്. പുരുഷന്മാർക്ക് സ്ത്രീകളോട് തുടരാൻ പാടില്ല. സ്ത്രീകൾ ഇമാമായിട്ട് പുരുഷന്മാർ തുടരാൻ പാടില്ല. ഭർത്താവ് ഇമാമത്ത് നിൽക്കുന്നു, ഭാര്യ തുടരുന്നു, അത് പറ്റും, കുഴപ്പമില്ല. ജമാഅത്തിന്റെ കൂലിയുണ്ട്. പള്ളിയിലേക്ക് വരാൻ പറ്റാത്ത ആളുകൾക്ക് നല്ല പരിപാടിയാണ് ഭാര്യയും ഭർത്താവുമായി വീട്ടിൽ നിസ്കരിക്കുക. വലാ യസിഹുൽ ഇഖ്തിദാഉ ബിമൻ സ്വലാത്തുഹു ബാത്തിലത്തുൻ ഫീ ഇൽമിൽ മൗമൂമി, മൗമൂമിന്റെ വിവരമനുസരിച്ച് ബാത്തിലായ നിസ്കാരം ബാത്തിലായ ഇമാമിനോട് തുടരാൻ പാടില്ല. ഫലൗ ബാന ഫീ അസ്നാഇ സ്വലാത്തി അന്ന ഇമാമഹു ലൈസ ഇലൽ ഇമാമ ഇസ്തഗ്നഫ സ്വലാ, നമ്മളിങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് ബോധ്യപ്പെട്ടത് ഇയാൾ അർഹതയില്ലാത്ത ആളാണ്. ആ കൈ അഴിക്കുക, എന്നിട്ട് നിസ്കാരം വേറെ തുടങ്ങുക. നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ ഇമാം അർഹതയില്ലാത്ത ആളാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ നിസ്കാരം തല മുതൽ കൊണ്ടുവരൽ നിർബന്ധമാണ്. ഔ ബഅദഹ, അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷമാണ് ബോധ്യപ്പെട്ടത് ഈ ഇമാമിന്റെ നിസ്കാരം ശരിയല്ലെന്ന്, അവനാ നിസ്കാരം മടക്കി നിസ്കരിക്കണം. ബോധ്യപ്പെട്ടെടുത്താ പറയണത്. ഇങ്ങനാവോ ഇങ്ങനാവോ എന്ന സംശയത്തിനൊന്നും പഴുതില്ല. ഇമാമിന്റെ നിസ്കാരം നമ്മുടെ വിശ്വാസപ്രകാരം ശരിയല്ല എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനത്തെ ഇമാമിനോടാണ് നമ്മൾ തുടർന്നതെങ്കിൽ ആ നിസ്കാരം മടക്കേണ്ടതാണ്. ഇല്ലാ ഇദാ ബാന അന്നഹു കാന ദാ ഹദസിൻ ഔ ഖുബ്സിൻ ഖഫീൻ ഫലസ്തിനാഫ വലാ ഇആദത, നരസോ മനുഷ്യന്റെ മൗമൂമിന്റെ ദൃഷ്ടിയിൽ പെടാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ ഇമാമിന്റെ നിസ്കാരം ബാത്തിലായി, അതിന്റെ പേരിൽ മൗമൂം നിസ്കാരം മടക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് നിസ്കാരം കഴിഞ്ഞിട്ട് ഇമാം പറഞ്ഞു, പിന്നെ ഞാൻ ഓതുണ്ടാക്കാൻ മറന്നേനെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് മുമ്പിൽ പറഞ്ഞു, ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ലായിരുന്നു പറഞ്ഞു. ഞങ്ങൾ പോയി കുളിച്ചോളി, ഞങ്ങൾ പോയി ചായ കുടിക്കട്ടെ, ഞങ്ങളെ നിസ്കാരം കഴിഞ്ഞു എന്ന് പറയാം. കാരണം അത് നമുക്ക് നോക്കിയാൽ കാണുന്നൊരു സംഗതി അല്ലല്ലോ. അയാളെ തുണിക്ക് ഓട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പാൻറ്റിൻ്റെ ആ നടു പൊട്ടിയിരുന്നു. അത് നമ്മൾ നോക്കിയാൽ കാണുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ നോക്കിയില്ല, നമ്മൾ കണ്ടതുമില്ല. നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് മൂപ്പര് പറഞ്ഞത്, പിന്നെ എൻ്റെ തുണിക്ക് ഓട്ടുണ്ടായിരുന്നു പറഞ്ഞു. അത് മൗമൂം ശ്രദ്ധിച്ചാൽ കാണാവുന്ന ഒരു കാര്യമാണ്. അതോ കണ്ടില്ല എന്നത് വേറെ കാര്യം. പക്ഷെ ആ കാര്യം ഇമാമ് ബോധ്യപ്പെടുത്തിയാൽ മൗമൂം നിസ്കാരം മടക്കണം. കാരണം അത് മൗമൂമിൻ്റെ ദൃഷ്ടിയിൽ പെടാവുന്ന ഒരു കാര്യമാണ്.
മഅ്മൂമിന്റെ ദൃഷ്ടിയിൽ പെടാത്ത ഇത്തരം ഗോപ്യമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ കുളിച്ചിട്ടില്ല എന്നൊന്നും പറയുന്ന കാര്യങ്ങൾ. അപ്പം അതുപോലെ തന്നെയാണ് ഒരു മസലയാണ് അത്. ഇമാമ് നിൽക്കുന്ന ആള് ഓരോ തക്ബീർ ചെല്ലുമ്പോഴും ഞാൻ ദിക്റാണ് ചെല്ലുന്നത് എന്നത് കരുതണമെന്നാണ്. അതായത് മഅ്മൂമീങ്ങളെ കേൾപ്പിക്കാനാണ് ദിക്ർ ചെല്ലുന്നത്, ഞാൻ തക്ബീർ ചെല്ലുന്നത് എന്ന കരുത്തുണ്ടാകാൻ പാടില്ല. അല്ലാഹു അക്ബർ എന്ന് ഈ വച്ചത്തിൽ എന്തിനാ ചെല്ലുന്നത്? മഅ്മൂമീങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ്. മഅ്മൂമീങ്ങൾ കേൾക്കട്ടെ എന്ന കരുത്താണെങ്കിൽ അത് പ്രശ്നമാണ്, അത് മാത്രമാണെങ്കിൽ. അപ്പൊ നിസ്കാരത്തിന്റെ ദിക്റാണ് ഞാൻ ചെല്ലുന്നത് എന്ന കരുത്ത് ഉറക്കെ ആക്കുന്ന ഓരോ തക്ബീറിനും ഇമാമിന് വേണം. പക്ഷെ അതിപ്പോ ഇമാമ് കരുതിയോ ഇല്ലേ അത് നമുക്കറിയില്ല. അതൊക്കെ ഇമാമിന്റെ പാടായി, നമ്മുടെ റേഞ്ചിന് പുറത്താണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ മഅ്മൂമിങ്ങൾ കൂലങ്കഷമായി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഫുഖഹാ പറയുന്നത്. വയസിഹു ഇക്തിദാഉ മുതവല്ലിൻ ബിമുതയമ്മിമിൻ, വുളു ഉണ്ടാക്കി നിസ്കരിക്കുന്നവന് തയമ്മം ചെയ്ത് നിസ്കരിക്കുന്നവനോട് തുടരാൻ പറ്റും. എങ്ങനെയുള്ള തയമ്മക്കാരൻ? ലാ യഅത അലൈഹി, അയാൾക്ക് ഇനി മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ തയമ്മക്കാരനോട് വുളു ഉണ്ടാക്കിയ ആൾക്ക് തുടരാം, അതിന് പ്രശ്നമില്ല. ഖായിമിൻ, നിൽക്കുന്ന ആൾക്ക് തുടരാം. ബിഖായിദിൻ, ഇരിക്കുന്നവനോട് തുടരാം. വസലീമിൻ ബിസലിസിൻ, ഒരു രോഗവുമില്ലാത്ത ആള് മൂത്രവാർച്ചക്കാരനോട് തുടരാം, പ്രശ്നമില്ല. അയാൾ അതിനു വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത ആളാണ്, കുഴപ്പമില്ല. അതുപോലെ കല്ല് കൊണ്ട് മനോഹരം ചെയ്ത ആൾക്ക് വെള്ളം കൊണ്ട് മനോഹരം ചെയ്തവനോട് തുടരാം. വെള്ളം കൊണ്ട് മനോഹരം ചെയ്തവന് കല്ലുകൊണ്ട് മനോഹരം ചെയ്തവനോട് തുടരാം. സത്യത്തിൽ അവിടെയൊക്കെ ചെറിയൊരു ഗ്രേഡ് വ്യത്യാസമുണ്ട്. മനോഹരം ചെയ്യാൻ രണ്ട് വകുപ്പുണ്ട്, കല്ലും ഉപയോഗിക്കാം, വെള്ളവും ഉപയോഗിക്കാം. വെള്ളമാണ് നല്ലത്. എന്നാൽ ആ വെള്ളം ഉപയോഗിച്ച ആൾക്ക് തന്നെ കല്ലുകൊണ്ട് മനോഹരം ചെയ്ത വ്യക്തിയോട് തുടരുന്നതിന് വിരോധമൊന്നുമില്ല. അതുപോലെ വവാസിലിൻ, കാല് കഴുകി ഒതുണ്ടാക്കിയ ആൾക്ക് തുടരാം. ഖുഫ തടവിയവനോട് അതിന് പ്രശ്നമില്ല. ബാലിഗിന് തുടരാം. ബിസബിയിൻ, കുട്ടിയോട്. തുടർച്ച സ്വഹീഹാകും, എങ്കിലും കുട്ടിയെ ഇമാമത്ത് നിൽക്കൽ കറാഹത്താണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ഇമാമത്ത് നിൽക്കൽ കറാഹത്താണ്. കറാഹത്തായ ഇമാമിങ്ങളെ ഇമാമായി നിശ്ചയിക്കൽ ഭരണാധികാരികൾക്ക് ഹറാമാണ്. കമ്മിറ്റിക്കാർക്ക് കറാഹത്തായ ഇമാമിങ്ങളെ ഇമാമായി നിശ്ചയിക്കൽ ഹറാമാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൻ സർറക്കും അൻ തുഖ്ബല സ്വലാത്തുക്കും, നിങ്ങൾക്കുള്ള സന്തോഷം നിങ്ങളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടലാണ്. അതുകൊണ്ട് ഫല്യ ഉമ്മുക്കും ഖിയാറുക്കും, നിങ്ങളിൽ ഉത്തമന്മാരായ ആളുകളെ ഇമാമത്ത് നിർത്തണം. ഫഇന്നഹും വഫ്തുക്കും ഫീമാ ബൈനക്കും വബൈന റബ്ബിക്കും, നിങ്ങളുടെയും റബ്ബിന്റെയും ഇടയിലുള്ള മധ്യവർത്തികളാണ് നിങ്ങളുടെ ഇമാമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔലന്നാസി ബിൽ ഇമാമത്തി അൽ ഇമാമുൽ ആലം, ഇമാമത്തിന് ഏറ്റവും അർഹതയുള്ള ആളുകൾ ആരൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോണത്. ഇൻഷാ അല്ലാഹ് അത് നാളെ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഈ വിശുദ്ധമായ ദിവസത്തിൻ്റെ, സമയത്തിൻ്റെ, മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മരണം ഖൈറാകുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെയും മുതാലിമീങ്ങളെയും സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഖിയാമത്ത് നാൾ വരെ ഞങ്ങളുടെ വംശപരമ്പര അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായി ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഈ പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും അർവാഹുകളിലേക്ക് ഈ മഹനീയ സദസ്സിന്റെ മഹത്വവും പ്രതിഫലവും നീ എത്തിക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി
سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.